സ്ഥിതപ്രജ്ഞ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായില്ല. അല്ല ഭഗവാൻ ഈ സ്ഥിതപ്രജ്ഞനാരാ? ഭഗവാൻ പറഞ്ഞുകൊടുക്കുന്ന സ്ഥിതപ്രജ്ഞനാരാണ്? ആ സ്ഥിതപ്രജ്ഞനായ അവസ്ഥ അത് നേടിയെടുക്കുക, അതിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധനയുടെ മാർഗത്തിലുള്ള ഒരു അവസ്ഥയാണ്, മനോനിലയാണ്. ഇപ്പൊ സ്ഥിതപ്രജ്ഞൻ ഭക്തന്റെ ലക്ഷണമായിട്ട് നേരത്തെ പറഞ്ഞ ഈ കാര്യത്തിൽ 12ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഭക്തന്റെ ലക്ഷണം എന്തൊക്കെയാണെന്ന് പറയുന്നത്. ആ ഭക്തൻ അത് ആരും ഭക്തനാകാം, ഇന്നയാളെ ഭക്തനാകാവൂ. ജനിച്ച കാലം മുതൽ ആ അമ്പലത്തിന്റെ പരിസരത്ത് ജീവിച്ചു, അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന വീട്ടിൽ ജനിച്ചു, അതുകൊണ്ടാണ് അങ്ങനെ ആയത്. വീട്ടിൽ മുത്തശ്ശൻ അങ്ങനെയായിരുന്നു, മുത്തശ്ശി ഇങ്ങനെയായിരുന്നു, വസ്തുതയായിരുന്നു. അതൊന്നുമല്ല ഭക്തനാകാനുള്ള ലക്ഷണം എന്ന് പറയുന്നത്. ഭക്തന്മാർ വിഭീഷണൻ ആരായിരുന്നു? രാക്ഷസനായിരുന്നു, ആയിരുന്നില്ല. കുബ്ജ വിരൂപിയായിരുന്നു, അല്ലേ? ഗുഹൻ ആരായിരുന്നു? ഒരു വേടനായിരുന്നു, കാട്ടാളനായിരുന്നു. അങ്ങനെ ധാരാളം ആൾക്കാരില്ലേ. ഇപ്പൊ നമ്മുടെ ഇതിനെ ആലോചിച്ച് നോക്കാം. നമുക്ക് ഇദ്ദേഹത്തിന് എടുക്കാം. ജഡായി പക്ഷിയ, അല്ലെ? ഗജേന്ദ്രൻ മൃഗമായിരുന്നു. ഗജേന്ദ്ര മോക്ഷത്തിലെ ഗജേന്ദ്രൻ മൃഗമായിരുന്നില്ലേ? ഇപ്പൊ കുരൂപിയായിട്ടുള്ള ഹനുമാൻ, മൃഗത്തിൽ ഹനുമാൻ. അപ്പൊ മൃഗമാകട്ടെ, പക്ഷിയാകട്ടെ, ദിവ്യക്കാകട്ടെ, ഏത് ജീവജാലങ്ങളുമാകട്ടെ, അതിൽ ഏത് വർഗത്തിൽപ്പെട്ടതും വർണ്ണത്തിൽപ്പെട്ടതും സ്വഭാവത്തിൽപ്പെട്ടതും രീതിയിൽപ്പെട്ടതും, രാക്ഷസനാകട്ടെ, ദേവനാകട്ടെ, അസുരനാകട്ടെ, ഇവർക്ക് എല്ലാ ആൾക്കാർക്കും ഭക്തി ഉള്ള കാലത്ത്, പ്രഹ്ലാദൻ തന്നെ ആരാ? അസുരനാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒന്നാണ് ഭക്തി എന്ന് പറയുന്നത്. അതിന് യുക്തി ഉണ്ടാവണം എന്നുമാണ്. അപ്പൊ ആർക്കും ഭക്തി ഉണ്ടാവാം. ഇന്നയാളിലെ ഭക്തി ഉണ്ടാകാൻ പാടുള്ളൂന്നില്ല എന്ന് പറഞ്ഞതുപോലെ സ്ഥിതപ്രജ്ഞനായി തീരുവാൻ വേണ്ടിയുള്ള അവസ്ഥ പോലെ ഭക്തനാകുവാൻ വേണ്ടിയുള്ള അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞ ഭഗവത്ഗീതയിൽ യാ എന്ന ആ വിസർഗത്തോടു കൂടിയ യാ എന്ന് പറയുന്ന അക്ഷരം അത് ആരായിരുന്നാലും യോ മേ ഭക്ത്യാ പയച്ഛതി യാ മേ എന്നാണ്. ആ യാ എന്ന് പറയുന്നത് ആര് തന്നെ ആയാലും ശരി, അവൻ എന്നിൽ എത്തിച്ചേരും. എങ്ങനെയാണ്? ഇന്നേന്റെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്നാണ് ഭഗവാൻ ഗീതയിൽ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ 68 തവണ ആണ് ഈ യ എന്ന് പറയുന്ന അക്ഷരം ആവർത്തിക്കുന്നത്. അതുപോലെ ഏന, യാതൊരു മാർഗത്തിലായാലും അത് ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ്. അതുപോലെ ഏ എന്ന് പറയുന്ന വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഏവരായാലും ആര് തന്നെ ആയാലും അത് 25 പ്രാവശ്യമാകും. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, ഇന്ന ആളുകൾക്ക് വേണ്ടി എന്നുള്ളതല്ല, എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ളതാണ് ഭഗവാൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ. ആ ഉപദേശങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ആളിന്റെ അവസ്ഥ തുല്യ നിന്ദാസ്തുത മൗനി സന്തുഷ്ടോ ഏന കേന ചെയ്സ് അനികേത സ്ഥിരമത് ഭക്തിമാന്റെ പ്രിയോ നര. ഇങ്ങനെയുള്ള നരന്മാരാരായാലും ശരി അവൻ എനിക്ക് പ്രിയനായ ഭക്തനാണ്. എങ്ങനെയാണ്? തുല്യ നിന്ദാ സ്തുതിർ മൗനി സന്തുഷ്ടോ ഏന കേന ചെയ്സ്. സ്തുതി കേട്ടാലും ശരി, നിന്ദ കേട്ടാലും ശരി, സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ലാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ, ഞാൻ വിളിക്കുമ്പോൾ അങ്ങനെ നല്ലവർ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവുകയും അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല എന്ന് പറഞ്ഞാൽ സങ്കടം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ പണിക്ക് യോഗ്യനല്ല. അതെന്നെ ബാധിക്കാൻ പാടില്ല. അത് എന്നെ ബാധിക്കാതെ, അത് ഈ ഒരിക്കലും ചെളി പറ്റാത്ത ഒരു കണ്ണാടി പോലെ എന്റെ മനസ്സ് എപ്പോഴും ഉണ്ടാകുന്നു. അപ്പോഴേ നമുക്ക് തുല്യ നിന്ദ തുല്യ മൗനി സന്തുഷ്ടോ ഏന കേരളത്തിൽ എന്ന് പറയുന്ന ഭക്തനാകന്മാരും പറ്റിയുള്ളൂ. അത് എപ്പോഴും ഉണ്ടാവുക. ഒരിക്കലും ഒരു തമാശ അതിനെക്കുറിച്ച് പറയാൻ, ഒരാൾ നമ്മളെ നിന്ദിച്ചു, ഒരാൾ നമ്മളെ വന്ദിച്ചു. നിങ്ങൾക്ക് ഒരാൾ ഒരു വസ്തു തന്നു, ആ തന്ന സാധനം നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ എന്താ സംഭവിക്കുക? അത് തന്ന ആളുകൾ തിരിച്ചതില്ല. ഒരാൾ എനിക്ക് മണി ഓർഡർ അയച്ചു. മണി ഓർഡർ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണി ഓർഡറിൽ പോസ്റ്റ് ഓഫീസിൽ ഇരിക്കുന്ന ആൾ സെന്ററിന്റെ അഡ്രസ് ചോദിക്കും. ഞാൻ ആ മണി ഓർഡർ സ്വീകരിച്ചില്ല. എന്ത് ചെയ്യും? ഈ മണി ഓർഡർ അയച്ച് അങ്ങനെ തിരിച്ചു. ഒരാൾ എന്നെ സ്തുതിച്ചു, ഞാനത് സ്വീകരിച്ചില്ല. വേണ്ട, എനിക്ക് വേണ്ട. പക്ഷെ വേണ്ട, ഞാനത് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഞാൻ കൊണ്ടു നടക്കുന്നില്ല. ആ സ്തുതി അയാൾക്ക് തന്നെ കിട്ടും. ഒരാൾ എന്നെ നിന്ദിച്ചു, ഇതെന്നെ സംഭവിക്കും. ആ നിന്ന ഉടനെ തന്നെ തിരിച്ചു. ഭഗവാൻ ബുദ്ധനെ കുറിച്ച് അങ്ങനെ ഒരു കഥ പറയാറുണ്ട്. ബുദ്ധൻ ഇങ്ങനെ ധ്യാനലീനനായിരിക്കുമ്പോൾ ഒരാൾ കുറേ എന്തൊക്കെയോ പറഞ്ഞു. ഇതെല്ലാം കേട്ട് അദ്ദേഹം പോകാൻ വിളിച്ചു. അതെന്തൊക്കെയോ പറഞ്ഞല്ലോ, അതൊന്നും ഞാൻ സ്വീകരിക്കുന്നില്ല. അപ്പൊ അതെന്ത് സംഭവിക്കും? അല്ല, അത് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഞാനതൊന്നും സ്വീകരിച്ചിട്ടില്ല, അതിവിടെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന്. ഈ ഒരു അവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നു, അപ്പോഴാണ് സന്തുഷ്ടോ ഏന കേനജിൽ അനികേന സ്ഥിരമത്. ആ അവസ്ഥ നമുക്ക് ഉണ്ടാക്കുവാൻ എങ്ങനെ നമുക്ക് സാധിക്കും? അവിടെയാണ് നമ്മൾ പറഞ്ഞ അഭ്യാസത്തിന്റെ, ശീലത്തിന്റെ, പരിശീലനത്തിന്റെ അവസ്ഥ. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ നാം പരമഭക്തനായി തീരും. ഇനി രണ്ടാമത്തേതുണ്ട് ഈ സന്തുഷ്ടോ ഏന കേനജിൽ. ഒരിക്കലും സന്തോഷം ഇല്ലാത്ത ഒരവസ്ഥ, എന്ത് കിട്ടിയാലും സന്തോഷമില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരു ആളിനെ എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുക? മൂന്നാലും ചോദിച്ചിട്ടില്ലേ? 10 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിൽ ഉണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും ആശയായുള്ള പാശമതിയെന്ന് വേർവിടാതെ കരയേറുന്നു നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടോ ഉണ്ണി ഉണ്ടായിട്ട്, അവനൊരു ഉണ്ണി ഉണ്ടായിട്ട് ആ ഉണ്ണിയെ ഉണ്ടാക്കി കളിപ്പിച്ച് ജീവിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മൾ ഇത്തരം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു. പാവം ശിവശിവ. അതാണ് അവസ്ഥ. അപ്പൊ എന്ത് കിട്ടിയാലും മതിയാകാത്ത ഒരവസ്ഥയാണ്. എന്ത് കിട്ടുന്നതിലും സന്തോഷിക്കുന്ന ഒരവസ്ഥ. എന്ത് കിട്ടിയാലും അതുകൊണ്ട് സന്തുഷ്ടനാകുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും. എന്ന് വെച്ച് നമ്മൾ സമ്പാദിക്കുന്നതിന് അർത്ഥമില്ല.
നമുക്ക് പറ്റുന്ന ചില ഈ ദുരുപദേശങ്ങൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെയുണ്ട് ഒരു അവസ്ഥ. നമുക്ക് ചില ദുരുപദേശങ്ങൾ, ചില നല്ല ഉപദേശങ്ങളൊന്നും സ്വീകരിക്കില്ല. ദുരുപദേശം സ്വാമി സംസാരിച്ചോ പറഞ്ഞു, ഇങ്ങനെയാണ് നമുക്ക് സമ്പാദ്യം ആവശ്യമില്ല. അല്ല, നാം നേടേണ്ടത് നേടിക്കൊടുക്കേണ്ടത് ഒരു ധർമ്മം എന്ന് പറഞ്ഞൊരു ഭാഗം ഇവിടെയുണ്ട്. നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ, നാം സ്വീകരിക്കുന്ന ഉപദേശങ്ങളിൽ, നാം പിന്തുടരുന്ന ചര്യകളിൽ നമുക്ക് ധർമ്മം എന്ന് പറയുന്നുണ്ട്. ആ ധർമ്മം നമുക്ക് സമൂഹത്തോടുണ്ട്, രാജ്യത്തോടുണ്ട്, നമ്മുടെ കുടുംബത്തോടുണ്ട്, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരുണ്ട്, നമ്മളെ പ്രതീക്ഷിച്ചു കഴിയുന്ന ആൾക്കാർക്കുണ്ട്. അവരുടെ എല്ലാം കർമ്മങ്ങൾക്ക് പൂർത്തീകരണമാകേണ്ട ഒരു ധർമ്മം കൂടി നമുക്കുണ്ട്. രാജ്യത്തിന്റെ ധർമ്മം നമ്മൾ വഹിക്കേണ്ടതുണ്ടല്ലോ. ഒരു രാഷ്ട്രത്തോട് നമുക്ക് ധർമ്മമുണ്ട്. ആ രാഷ്ട്രത്തിന്റെ ധർമ്മം നിർവഹിക്കണമെങ്കിൽ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്റെ മാത്രം സമ്പാദ്യമല്ല, രാജാവിന് വേണ്ടിയുള്ള, രാജാവ് ഉദ്ദേശിക്കുന്നത് ഭരണാധികാരിയില്ല, ആ രാജ്യത്തിന്റെ നിയന്ത്രിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയുള്ള ഒരു സമ്പാദ്യം നാം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതാണ് വെൽത്ത് ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ ക്ഷേമം. ആ ക്ഷേമം പോകുന്ന ആർക്കാണ്? എനിക്കറിയാം.